എറണാകുളം വടക്കൻ പറവൂരിൽ കുറുവ സംഘം എത്തിയതായി സംശയം. നിരവധി വീടുകളിൽ കയറാൻ ശ്രമിച്ചതായാണ് വിവരം. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വടക്കേക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒച്ചയായിട്ടാണ് എഴുന്നേക്കുന്നത്. ഒരു വാതിലിങ്ങനെ ഭയങ്കര ശക്തിയിൽ ഇങ്ങനെ അടിക്കണ പോലൊരു സൗണ്ട് കേട്ടാണ് നമ്മൾ എഴുന്നേറ്റത്. അപ്പൊ എഴുന്നേറ്റ് നോക്കിയപ്പോ 2:20 അപ്പൊ നോക്കിയപ്പോ ലൈറ്റ് ഇട്ടു വേറെ ഒച്ചാനക്കൊന്നും കേൾക്കണില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറകുവശത്തുനിന്നുള്ള സൗണ്ട് കേട്ടേന്ന് വെച്ചാൽ പുറകുവശത്ത് വാതിലാണെന്ന് കേട്ടേന്ന് വെച്ചാൽ നോക്കി കഴിഞ്ഞപ്പോ വാതിൽ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ അടി നോക്കിയപ്പോ കുറ്റി ഇളക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മുകളിൽ കുറ്റി ഉണ്ടായതുകൊണ്ട് അതിൽ അവർക്ക് തുറക്കാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ ചുറ്റോട്ട് ലൈറ്റ് ഇട്ടു. പിന്നെ ഫ്രണ്ടിൽ അനിയന്റെ വീടുണ്ട്. അനിയനെ വിളിച്ചു വരുന്നത്. അപ്പൊ 1-2 ആളുകൾ വന്നതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയുള്ളൂ. അപ്പോഴത്തേനും അവിടെ ആരും ഉണ്ടായിരുന്നതിന്റെ ഒരു ഇതൊന്നുമില്ല. അവർ ഓടിപ്പോയി കാണും. അപ്പൊ ഇവിടുന്ന് ഒരു 3 വീടിന്റെ ഇപ്പുറമാണ് ഈ വീട്, ഈ CCTVയിലുള്ള വീട്. അപ്പൊ അവരിങ്ങനെ ചാടിയായിരിക്കണം വന്നിരുന്നു തോന്നുന്നു. കാരണം മെയിൻ റോഡ് വഴി വരാൻ പറ്റില്ല. ഞങ്ങളുടെ വീടിന്റെ പുറകിലും ഈ നെയ്ത്തുശാലയാണ്. അവിടെയും കുറച്ച് ഇങ്ങനെ പന്നക്കാട് പോലത്തെ സ്ഥലമാണ്. അപ്പൊ അതിലേക്കൂടെ അങ്ങനെ ആയിരിക്കും വന്നത്. പിന്നെ ഇവിടെ ഒരു തോടുണ്ട്. ഇങ്ങനെ ആയിരിക്കും നമുക്ക് പിന്നീട് ആ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലായി. അങ്ങനെ നമ്മൾക്ക് പക്ഷെ അങ്ങനെ അറിയില്ല. ഈ CCTVയിൽ കണ്ടതില് 2 പേര് ആണ് കാണുന്നത്. പിന്നെ വേറെ ദൃശ്യങ്ങളിലും എല്ലാത്തിലും 2 പേരായിട്ടാണ് കാണുന്നത്. അപ്പം എസ് ശരൺ ചേരുന്നുണ്ട്. ശരൺ, ഇന്നലെ ആലപ്പുഴയിൽ സംഭവിച്ചതിലും ഇവർ ഈ പറഞ്ഞതുപോലെ 2 പേരായിരുന്നു അമ്മയുടെയും കുഞ്ഞിന്റെയും മാല മോഷ്ടിച്ചത്. അതും ഈ കുറുവ സംഘമാണെന്ന് സംശയിക്കുന്ന രൂപത്തിലും രീതിയും ഒക്കെയായിരുന്നു. ഇവർ പറയുന്നതും അത്തരത്തിലാണ്. പക്ഷേ കുറുവ സംഘമാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അന്വേഷണം നടക്കുന്നത്? ഇക്കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നില്ല ധന്യ, മറിച്ച് സംശയം മാത്രമാണുള്ളത്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് തുടരുന്നതെന്നുള്ളതാണ് വടക്കേക്കര പോലീസ് പറയുന്നത്. എന്തായാലും ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്ന് സമാനമായിട്ടുള്ള ഒരു സ്വഭാവം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. 2 പേരാണ് വന്നിരിക്കുന്നത്. അതിൽ 2 പേരും മുഖംമൂടി ധരിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ തന്നെ ആയുധങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, അതായത് ഇവരുടെ ഒരു മോഡസ് ഓപ്പറൻഡി എന്ന് പറയുന്നത് ഈ വീടിന്റെ പിറകു വശം വഴി പിൻവാതിൽ പൊളിച്ചുകൊണ്ട് അകത്ത് കയറി മോഷണം നടത്തുന്നതൊക്കെയാണ്. ആ രീതിയിൽ തന്നെ പിൻവാതിലുകൾ പൊളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ള പരാതി കൂടിയാണ് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. മെനഞ്ഞാന്ന് പുലർച്ചെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്നുള്ള വിവരമാണ് നാട്ടുകാർ പോലീസിന് നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇത് കൃത്യമായി തന്നെ 2 പേർ വരുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നതെല്ലാം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് കുറുവ സംഘം തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാനുള്ള വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം ആലപ്പുഴയിലാകെ തന്നെ വലിയ ഭീതി വിതച്ച ഒന്നായി ഈ കുറുവ സംഘത്തിന്റെ മോഷണം മാറിയിരുന്നു. മണ്ണഞ്ചേരി പുന്നപ്ര അടക്കമുള്ള വിവിധ ഇടങ്ങളിൽ 10-ലധികം മോഷണങ്ങൾ നടക്കുകയും അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരുന്നത് ഒരു കുഞ്ഞിന്റെ കഴുത്തിൽ കിടന്നിരുന്ന അരപ്പവന്റെ മാല ഇവർ കവരുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ആ വിധത്തിലുള്ള ക്രൂരമായി തന്നെ പെരുമാറുന്ന ആളുകൾ കൂടിയാണ് ഈ കുറുവ സംഘം എന്നുള്ള വിലയിരുത്തൽ വന്നിരുന്നതാണ്. ആലപ്പുഴ പോലീസ് ആലപ്പുഴ കേന്ദ്രീകരിച്ചുള്ള വലിയ അന്വേഷണം നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ വടക്കൻ പറവൂരിലെ തൂയിത്തറ, കരിമ്പാടം, കുമാരമംഗലം അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഈ കുറുവ സംഘം എത്തിയിട്ട് ഉണ്ടെന്നുള്ള വിവരം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം തുടരുന്നതിനൊപ്പം തന്നെ നാട്ടുകാരുടെ മൊഴി അടക്കം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ വടക്കേക്കര പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ശരി.